ഇക്കരെ നിൽക്കുമ്പോൾ അക്കരെ പച്ച എന്ന് പറയും. UDF-ലോട്ട് ജോസ് കെ മാണി തിരിച്ചു പോകാനുള്ള സാധ്യതകൾ എത്രത്തോളം? അതായത് ജോസ് കെ മാണി UDF-ലേക്ക് പോകുമോ എന്ന അതല്ലേ നമ്മളെ പ്രസക്തമായ ചോദ്യം. ഇത് സാധ്യതകൾ അതായത് നമുക്കത് പോകുമോ എന്ന് പറയുന്നതിന് മുമ്പ് നമുക്കൊരല്പം ഇതിന്റെ ചില വസ്തുതകളെ കുറിച്ച് പറയാം. അതായത് ഇപ്പോൾ വരാൻ പോകുന്ന തദ്ദേശ ഇലക്ഷൻ വരുന്നതിന് മുന്നേ തന്നെ ഈ UDF-ന്റെ പുതിയ കൺവീനർ അടൂർ പ്രകാശ് പറഞ്ഞു ചില മാജിക്കുകൾ UDF-ൽ ഉണ്ടാകുമെന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ അദ്ദേഹം പറഞ്ഞതിന്റെ പുറകെ UDF-ലെ മുന്നണിയിലുള്ള പഴയ മാണിസാറിന്റെ നമ്മുടെ KM മാണിസാറിന്റെ മകൻ LDF-ലുള്ള ജോസ് കെ മാണി സാറ് UDF-ലായിരുന്നു. അദ്ദേഹത്തിന്റെ മരണശേഷം PJ ജോസഫ്, പിന്നെ ജോസ് കെ മാണി ഗ്രൂപ്പിൽ തന്നെ മാണിസാറിന്റെ മകനെതിരെ മാണിസാറിന്റെ ഗ്രൂപ്പിൽ തന്നെ നിരവധി പേർ അങ്ങോട്ടും ഇങ്ങോട്ടും തൊഴുത്തുകുത്തിന്റെ ഫലമായിട്ട് ഒരു പാർലമെന്ററി തലത്തിൽ ഒരു പദവി ഇല്ലാതെ ഇവർക്കൊന്നും ജീവിക്കാൻ പറ്റില്ല. അങ്ങനെയാണ് LDF-ലേക്ക് വരുന്നത്. അപ്പോൾ അന്ന് മുതലേ തന്നെ LDF-ൽ ഇദ്ദേഹം വരുമ്പോൾ തന്നെ ഒരു അധികപ്പറ്റ് തന്നെയാണ് ജോസ് കെ മാണി. അതായത് ചിലയിടങ്ങളിൽ ചിലർക്ക് യോജിക്കാൻ കഴിയുള്ളൂ. ഇപ്പോൾ LDF-ലേക്ക് ജോസ് കെ മാണി വരുമ്പോൾ ഒരു വേള LDF-ന്റെ ഒരു പൊതു സ്വഭാവത്തിന് ജോസ് കെ മാണി അന്നും ചേരുമ്പോഴേ തന്നെ ആർക്കും ഇതെന്നാ അധികം നാൾ നീണ്ടു പോകില്ലെന്നറിയാൻ. അപ്പോൾ ഇപ്പം നമുക്കിവിടെ പറയാനുള്ളത് UDF നേതാക്കളുമായിട്ട് ജോസ് കെ മാണി ഒരു രഹസ്യമായി ചർച്ചകളൊക്കെ നടത്തിയതായിട്ട് വരുന്നുണ്ട്. ഒരു മുന്നണി സംവിധാനം നിൽക്കുമ്പോൾ ഇങ്ങനെയുള്ള രഹസ്യമായ ചർച്ചകൾ ഒരിക്കലും പാടില്ല. ഇപ്പോൾ നമ്മൾ ഒരുമിച്ച് ഒരു കമ്പനി നടത്തുന്നു. ഈ കമ്പനി നടത്തിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്ക് പിന്നെ വിജയ് ഇല്ലാത്ത ഒരവസരത്തിൽ നമ്മുടെ കോമ്പറ്റേറ്ററായ മറ്റൊരു കമ്പനിയിലെ മേധാവികളുമായി രഹസ്യമായി മീറ്റിംഗ് നടത്തുന്നു. അതിലൊരുപാട് അർത്ഥ തലങ്ങളുണ്ട്. അത് തെറ്റാണ്, നിഗൂഢമാണ്, ചീറ്റിംഗ് ആണ്. അതിന് എത്ര വലിയ നേതാവിനെ കണ്ടെന്ന് പറഞ്ഞാലും ഏത് ഫംഗ്ഷനിൽ കണ്ടെന്ന് സാധൂകരണം നടത്തിയാലും ഇപ്പൊ PJ ജോസഫിന്റെ പിറന്നാളിനാണ് കണ്ടത്. PJ ജോസഫ് മാണിസാർ ജീവിച്ചിരുന്നപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇത്രയും തൊഴുത്തിക്കുത്ത് അവർ തമ്മിൽ ഉണ്ടായിരുന്നില്ല. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരി എറിഞ്ഞാണ് ഈ മാണി എന്ന് പറയുന്ന അദ്ദേഹം പിന്നെ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ്, ഇദ്ദേഹം ജോസഫ് ഗ്രൂപ്പും ആയത്. പ്രായം നമ്മളിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കും. എങ്ങനെ നമുക്ക് രക്തത്തിളപ്പൊക്കെ ഉള്ളപ്പോൾ അവനെ പോകാൻ പറ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ നടക്കുമല്ലോ. ഈ പ്രായം കുറേ അങ്ങ് കഴിയുമ്പോൾ ഈ രക്തത്തിളപ്പൊന്ന് കുറയും. അങ്ങനെ വന്നപ്പോൾ ജോസഫ് എന്ന് പറയുന്ന മനുഷ്യന് ഇപ്പോൾ വയസ്സ് 84 84 80 അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ. അപ്പോൾ അദ്ദേഹത്തിന് എന്താണ് ഇപ്പോൾ ജോസ് കെ മാണിയോടൊരു സ്നേഹം. ആ സ്നേഹമൊക്കെ വെറുതെ കപടമാണ്. കാര്യം അദ്ദേഹത്തിന്റെ ഈ മകനെ കൂടെ നിർത്തിയാൽ വിജയ് ഏതാണ്ട് 10 കൊല്ലമായി ഇവരൊക്കെ ഒരു AC കാറിൽ കൊടിവെച്ച കാറിലൊക്കെ അവരൊക്കെ പോയിട്ട്. കപടമാണെന്ന് പറയാൻ കാര്യം അല്ല, അത് കാര്യം നേടാൻ വേണ്ടിയാണ്. കാര്യം എന്ന് വെച്ചാൽ ഈ ജോസഫും നാണിയും എന്നൊക്കെ പറയുന്നത് നമ്മൾ കേരള കോൺഗ്രസ് എന്ന് പറയുന്നത് വളരും തോറും പിളരുന്ന ഒരു പാർട്ടിയാണ്. നമ്മൾ കേരള രാഷ്ട്രീയം പഠിക്കുന്ന ഏതൊരു വിദ്യാർത്ഥിക്കും അറിയാം രണ്ടിലയും കുതിരയും ഇവരുടെ ചിഹ്നങ്ങളൊക്കെ. എനിക്ക് തോന്നുന്നു ജോസഫിൻ്റെ കുതിരയും അദ്ദേഹത്തിൻ്റെ രണ്ടിലയും. അപ്പോൾ ഇതിനകത്തുള്ളൊരു വിഷയം എന്ന് വെച്ചാൽ വളരും തോറും പിളർന്നുകൊണ്ടേയിരിക്കുന്ന ഒരു പാർട്ടി. അപ്പോൾ ഇങ്ങനെ രഹസ്യ മീറ്റിംഗ് നടത്തുന്നത് ഒരിക്കലും ഒട്ടും ശരിയല്ല. പിന്നെ മുഖ്യമന്ത്രി ഇവിടെ സ്ഥലത്തില്ല. ഒന്ന് ആലോചിച്ച് നോക്കണം. മുഖ്യമന്ത്രി ബയോ ക്ലിനിക്കിൽ പോയിരിക്കുക, അമേരിക്കയിൽ പോയിരിക്കുക. എന്തിനാണ്? അദ്ദേഹത്തിൻ്റെ ചികിത്സയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഇനി ഏയാദിയായി തിരിച്ചു വരാനായിട്ട് പോവുക. അടുത്ത ഇനിയിപ്പോൾ അറിയാമല്ലോ, ഏയാദി അറിയാമല്ലോ, എന്നും യൗവനം നിലനിർത്തുന്നതാണ് ഏയാദി. അങ്ങനെ അദ്ദേഹം തിരിച്ചു വരാം. അപ്പോൾ ഇതേ വിദേശത്ത് ഇങ്ങനെ പോകുമ്പോൾ ഇത്തരത്തിൽ കൂടിക്കാഴ്ചകൾ PK കുഞ്ഞാലിക്കുട്ടിയെ കണ്ടെന്ന് പറയുന്നു, അടൂർ പ്രകാശിനെ കണ്ടെന്ന് പറയുന്നു, ഇങ്ങനെയൊക്കെ നിരവധി ആൾക്കാരെ കണ്ടു, VD സതീശനെ കണ്ടെന്ന് പറയുന്നു. രഹസ്യ പ്രണയം എന്നുണ്ടെങ്കിൽ പറയാം. സ്ഥിരീകരിക്കപ്പെടാത്താണെങ്കിൽ ഞാനൊരു കാര്യം പറയാം, ഒരിക്കലും അല്ല, ഇതൊക്കെ നടക്കും. എന്ന് വെച്ചാലേ വിജയ് ഇതിനകത്തൊരു കാര്യം എന്ന് വെച്ചാൽ ഇവരൊക്കെ ഇങ്ങനെ പോകുന്നു എന്നുള്ളത് ഇവരെ കൂട്ടത്തിലുള്ളവർ എന്നെ പത്രങ്ങളിൽ വിളിച്ച് പറയും. ഇന്നേ ഞാൻ പറയുക സത്യം. ഇപ്പം VD സതീശനെ ഇദ്ദേഹം ഒന്ന് കണ്ടിട്ട് പോയെന്ന് പറയാം. ഇവർ വിചാരിക്കും രഹസ്യമായിരിക്കും. ഉടനെ തന്നെ VD സതീശന്റെ ഓഫീസിലേക്ക് കോൾ വരും. അദ്ദേഹം വരുന്നതിന് മുമ്പ് തന്നെ ജോസ് കെ മാണി വരും കേട്ടോ എന്ന് ജോസ് കെ മാണിയുടെ കൂടെ തന്നെ നിൽക്കണമെന്ന് വിളിച്ച് പറയും. ജോസ് കെ മാണിയുടെ ആള് തന്നെ വിളിച്ച് സതീശന്റെ അടുത്ത് പറയും. അപ്പോൾ സതീശന്റെ ഓഫീസിൽ നിന്ന് നമ്മുടെ സുഹൃത്തുക്കളൊക്കെ തന്നെ അദ്ദേഹത്തിന്റെ പ്രസ് സെക്രട്ടറി അദ്ദേഹം പത്ര ഓഫീസുകളിലൊക്കെ ചിലരെ വിളിച്ചിട്ട് ഇന്ന് വരുന്നുണ്ട് കേട്ടോ, ഇതെന്തായി അരമന രഹസ്യം അങ്ങാടിപ്പാട്ട്. ഇതേപോലെ ഇത് അങ്ങ് എത്തേണ്ടടുത്ത് AK സെന്ററിൽ എത്തും. കാരണവരിവിടെ ഇല്ല, കാരണവരെ വിദേശത്ത് പോയിരിക്കുന്നു, ഇവിടെ മാണിസാറിന്റെ മകൻ പോയിരിക്കുന്നു. ഇത് ശരിയോ തെറ്റോ? മുഖ്യമന്ത്രി സ്ഥലത്തില്ല, കാരണവര് സ്ഥലത്തില്ലാത്തപ്പോ കാരണഭൂതം മാൻഡ്രേക്ക് സ്ഥലത്തില്ല. അപ്പൊ അദ്ദേഹം ഇല്ലാത്ത അവസരത്തിൽ ഈ പോയി കണ്ടത് ശരിയാണോ? ജോസ് കെ മാണി എങ്ങനെയാണ് LDF-ലേക്ക് വന്നത് എന്ന സാഹചര്യം അറിയാമോ? അദ്ദേഹം LDF-ലേക്ക് വന്നതിന്റെ സാഹചര്യം എന്ന് പറഞ്ഞാൽ തൊഴുത്തുകുത്ത് സഹിക്കാൻ വയ്യാത്തതുകൊണ്ടാണ്. നമ്മൾ അല്പം മുമ്പ് സംസാരിച്ചപ്പോൾ പറഞ്ഞു, ഈ പറയുന്ന പോലെ കേരള കോൺഗ്രസ് വളരും തോറും
പിളരുന്ന പാർട്ടി, പിളരും തോറും വളരുകയും ചെയ്യും. അപ്പൊ ആക്ഷൻ ശരിയായോ എന്നറിയില്ല. ഏതായാലും ജോസ് കെ മാണിക്ക് ഒരു മോഹന വാഗ്ദാനം കൊടുത്തിട്ടുണ്ട്. ജോസ് കെ മാണി അച്ഛന്റെ സ്വന്തം തട്ടകമായ പാലയിൽ നിന്നാണ് ഐശ്വര്യമായിട്ട് തോറ്റത്. അതും മറ്റൊരു മാണിയിലെടുത്താണ്. ആരെന്നറിയോ? മാണി സി കാപ്പൻ. നിർമ്മാതാവ് മാണി സി കാപ്പനെ അറിയത്തില്ലേ? മാണി സി കാപ്പനാണ് പൊട്ടിച്ചത്. ആരാ? ജോസ് കെ മാണിയെ. അപ്പൊ നാണം കെട്ട് നായി ചീട്ട് കീറി. അല്ലെങ്കിൽ ഈ മന്ത്രിസഭയിൽ റോഷി അഗസ്റ്റിന് പകരം മന്ത്രിയായിട്ട് ഇരിക്കേണ്ട ആളാണ്. പിന്നെ പാലയിലൊക്കെ വിജയ് പോയിട്ടുണ്ടാകും. പാലയിൽ റോഡൊക്കെ കണ്ടിട്ടുണ്ടാകും. നല്ല സൂപ്പർ റോഡാണ്. റോഡും വേണ്ട സൗകര്യങ്ങളും ഒക്കെ മാണി സാർ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇനിയിപ്പോ അദ്ദേഹത്തിന് അവിടെ മത്സരിച്ചാൽ നാറിപ്പോകും. പക്ഷെ മനസ്സിന്റെ ഉള്ളിൽ അതവിടെ പാലം വലിച്ചതാണ്. അദ്ദേഹത്തിന് അവിടെ ഉള്ളവരെല്ലാം കൂടെ പാലം വലിച്ച് തോപ്പിച്ചതാണ്. പാലയിൽ അദ്ദേഹത്തിനെ തോപ്പിച്ചതാണ്. മാണി സി കാപ്പൻ എന്ന് പറയുന്ന ഈ മനുഷ്യനെ നിർത്തി ബോധപൂർവം കോൺഗ്രസും കേരള കോൺഗ്രസും മാണി സാറിന്റെ ആൾക്കാരും തന്നെ പറ്റിച്ച കാര്യം. അച്ഛൻ ആനപ്പുറത്തിൽ എന്ന് പറഞ്ഞ് മോന്റെ ഭ്രഷ്ടം കായ്ക്കണമെന്നില്ല. ശ്രദ്ധിച്ചിട്ടുണ്ടോ? വിജയ് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ചില പ്രഗത്ഭരായ അച്ഛന്മാരെ മക്കളൊന്നും ആ അച്ഛൻ്റെ നല്ലൊരംശം കഴിവ് കാണത്തില്ല. നമ്മൾ ആ AK ആന്റണിയുടെ മോൻ BJP പോകുമെന്ന് ഞാനോ വിജയോ സ്വപ്നത്തിൽ കണ്ടിരുന്നു. BJP പോയത് കൊണ്ട് മാത്രമല്ല, അദ്ദേഹത്തിന്റെ ഒരു പ്രാഗൽഭ്യമൊന്നും അദ്ദേഹത്തിന്റെ മിടുക്കൊന്നും ഈ മക്കൾക്കില്ല. അപ്പൊ നിരവധി പേർ അങ്ങനെ ഉണ്ടായിരിക്കുമെന്ന് വിചാരിച്ചിട്ടാണ് BJP അംഗത്വം കൊടുത്തത്. അതെ, നമ്മൾ വിഷയം മാറുന്നതല്ല. അപ്പൊ ജോസ് കെ മാണി സാറിന്റെ മകൻ ഇപ്പൊ UDF-ലേക്ക് പോയതിന്റെ കാരണം എന്താ? ലീഗിന്റെ കൈവശം ഇരിക്കുന്ന തിരുവമ്പാടി സീറ്റ് ജോസ് കെ മാണിക്ക് കൊടുക്കും എന്നിങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ തന്നെ നിരവധി സംസാരത്തിൽ പറഞ്ഞിട്ടുണ്ട്, ലീഗിനെ സംബന്ധിച്ച് ലീഗിന് ഒരു വേള ഭരണം കൂടി കിട്ടാതിരുന്നാൽ ലീഗ് തീർന്നു, ലീഗ് കേരളത്തിൽ അപ്രസക്തമാകുന്നു. അങ്ങനെ വരുമ്പോൾ ലീഗിന് ഭരണം വേണമെന്നുണ്ടെങ്കിൽ ലീഗ് കുഞ്ഞാലിക്കുട്ടി സാഹിബ് വഴി ജോസ് കെ മാണിയെ വിളിച്ച്, മാണി സാറിന്റെ മകനെ നീ വരൂ, നിന്നെ ഞങ്ങൾ ചേർത്ത് നിർത്തുന്നു, നിനക്ക് തിരുവമ്പാടി തരാം. തിരുവമ്പാടിയിൽ ഇപ്പൊ ലീഗ് മത്സരിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലമാണ്. എന്നിട്ട് ലീഗിന് വേറെ എവിടെയെങ്കിലും കോൺഗ്രസ് മാറ്റിക്കൊടുക്കും. എന്നിട്ട് തിരുവമ്പാടിയിലേക്ക് ജോസ് കെ മാണി വരികയാണെങ്കിൽ ലീഗ് നേതൃത്വവുമായി രഹസ്യ ചർച്ച നടത്തി തിരുവമ്പാടിയിൽ കുറച്ച് ക്രിസ്ത്യൻ വോട്ടുണ്ട്, മലയോര കർഷകരുണ്ട്. അവിടെ DS ജോയി എന്ന് പറഞ്ഞ് ഇപ്പോൾ നിലമ്പൂർ മത്സരിക്കാൻ പോയ യൂത്ത് കോൺഗ്രസ് മലപ്പുറം ജില്ലാ സെക്രട്ടറിയെ നിർത്താനുള്ള പരിപാടി ഉണ്ടായി. അത് തൽക്കാലം ജോയിയെ മറ്റെവിടെയെങ്കിലും നിർത്താം. കാര്യം ഇവര് യങ്സ്റ്റേഴ്സിന് സീറ്റ് മാറ്റിക്കൊണ്ടിരിക്കുക കോൺഗ്രസ്. അടുത്ത തെരഞ്ഞെടുപ്പ് നോക്കിക്കോണം, നല്ല അടിപൊളി തെരഞ്ഞെടുപ്പായിരിക്കും. കാര്യം അത് മറ്റൊരു വിഷയമാണ്. കാര്യം നിരവധി യങ്സ്റ്റേഴ്സ് കോൺഗ്രസിൽ വരാൻ പോവുകയാണ്. യങ്സ്റ്റേഴ്സ് എപ്പോഴും നമുക്കൊരു കാണാനൊരു കൗതുകം, ഒരു ഇഷ്ടവുമാണ്. പയ്യന്മാർ നിൽക്കുകയല്ലേ, അങ്ങനെ ഒരു ഇത് വരും. അങ്ങനെ ഈ പറയുന്ന രീതിയിൽ കുഞ്ഞാലിക്കുട്ടി സാഹിബ് VD സതീശനുമായി ചേർന്ന് ജോസ് കെ മാണിയെ ചേരേണ്ടിടത്തെ ചേരുള്ളൂ, മക്കളിങ്ങി പോകുന്നവരെ എന്ന് പറഞ്ഞ് കൂടെ വിളിച്ചിട്ടുണ്ട്. അപ്പോ ഒരു മുന്നണി മര്യാദ നമ്മൾ നേരത്തെ പറഞ്ഞു, നമ്മൾ ഒരുമിച്ചൊരു ഫെയിം നടത്തുമ്പോൾ നമ്മുടെ കോമ്പറ്റേറ്റർ അടുത്തേക്ക് നമ്മളിൽ ഒരാൾ ഇല്ലാത്ത സന്ദർഭത്തിൽ പോയി കണ്ടാൽ അത് തെറ്റാണ്. മുന്നണിയിൽ നിന്നുകൊണ്ട് മുന്നണിക്കകത്ത് ഉള്ള ഒരാൾ കാരണവരോട് ഇല്ലാത്തപ്പോൾ കാരണവർക്ക് ഭയങ്കര സ്നേഹമാണ്. കാരണവർ സ്നേഹം കൂടിയിട്ടാണ് പാലയിൽ തോറ്റപ്പോൾ രാജ്യസഭയിൽ സീറ്റ് കൊടുത്തത്. അത് CPM-ന്റെ സീറ്റാണ് കൊടുത്തത്. അപ്പോൾ അദ്ദേഹം പുറത്തുപോയ അവസരത്തിൽ ഈ പോയി കണ്ടത് തെറ്റാണ്. അങ്ങനെ മുന്നണിക്കകത്ത് CPM-നകത്ത് പിന്നെ രണ്ടാമത് ഒന്നുകൂടെ പറഞ്ഞു, ഇപ്പൊ വന്യജീവി പ്രശ്നങ്ങളൊക്കെ നടക്കുകയാണ്, ഒരു പെട്ടെന്നൊരു നിയമസഭ വിളിച്ചു കൂട്ടണം എന്ന് ഒരു ആവശ്യവും കൂടെ ഇപ്പൊ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ജോസ് കെ മാണി. ഇപ്പൊ നിയമസഭയില്ല, എല്ലാവരും വീടുകളിലൊക്കെ ഇരിക്കുകയാണ്, പൊടിയൊക്കെ തട്ടി അങ്ങോട്ടും ചൊറിഞ്ഞിരിക്കുകയാണ്. നിയമസഭ വന്നാൽ ആര്യാടൻ ഷൗക്കത്ത് ജയിച്ചു, പിന്നെ അതിന്റെ ക്ഷീണം ഉണ്ടാവും, പിന്നെ അങ്ങോട്ടും ചെളിവാരി എറിയ ഒരുപാട് വിഷയങ്ങളുണ്ട്. എന്തിനു മനഃപൂർവ്വം ചെളിവാരി എറിയാൻ എൻ്റെ സഭ വിളിക്കണം എന്നാണ് CPM-മാർ ആലോചിക്കുന്നത്. കാര്യം ഇവിടെ മെഡിക്കൽ കോളേജ് തകർന്ന് വീണപ്പോഴാണ് ഇവിടുന്ന് ഒരാൾ പ്ലെയിന് വഴി ചെറുന അമേരിക്ക പോയിരിക്കുന്നത്. അതൊക്കെ പയ്യന്മാർ എടുത്തിടും. രാഹുൽ മാങ്കൂട്ടമൊക്കെ എടുത്ത് സഭയിൽ സബ്മിഷൻ കൊടുത്താൽ ഇരിക്കൂ നമുക്ക് സംസാരിക്കാമെന്ന് ഷംസീർ എത്ര പറഞ്ഞാലും, സാർ സബ്മിഷനാണ് സാർ, എനിക്ക് സംസാരിക്കാറുണ്ട് സാർ, യുവർ ഓണർ സാർ, അവസരം നിക്കറ് കീറും. പിണറായി വിജയന്റെ അല്ലെങ്കിൽ LDF-ന്റെ അല്ലെങ്കിൽ മുന്നണിയുടെ മൊത്തത്തിലെ. അപ്പൊ ഇങ്ങനെ വരുമ്പോൾ നിയമസഭ വിളിക്കാൻ പേപ്പർ കൊടുത്തിരിക്കുന്നു, വന്യജീവി ആക്രമണം. അത് ആവശ്യമുള്ളൊരു കാര്യമല്ലേ വിജയ്? നമ്മൾ തന്നെ നമ്മുടെ വീട്ടുമുറ്റത്തേക്കും ഒരു കടുവ പിന്നെ കുന്നുകുഴിയിൽ നിന്ന് ഇറങ്ങി നമ്മളെ ചിരിച്ചോണ്ട് പറയുന്നു. പക്ഷേ കാണുമ്പോ എങ്ങനെയായിരിക്കും മുള്ളി നമ്മൾ അവിടുത്തെ ഗുണ്ടകളൊക്കെ മീശയൊക്കെ പിരിച്ച് ഇങ്ങനെ നിൽക്കുന്ന രംഗം. അപ്പോഴാണ് ഒരു കടുവ ഇറങ്ങി വരുന്നത്. അതുപോലെ ഇറങ്ങി വരുന്ന ഈ ഒരു വിഷയം സംസാരിക്കേണ്ടതല്ലേ? അപ്പൊ അതെന്തിന് പടി കൊടുത്ത് അടി വാങ്ങിക്കുന്നു? പിന്നെ ഇവരെയൊക്കെ മുത്തുപട്ടരെ, ജോസ് കെ മാണിയുടെ അച്ഛൻ, അതായത് ദേവേന്ദ്രന്റെ അച്ഛൻ മുത്തുപട്ടർ എന്ന് പറയും. മുത്തുപട്ടരായിരുന്ന പിന്നെ മാണി സാറിന്റെ കൂടെയും ജോസഫിന്റെ കൂടെയും
ഇവരെങ്ങനെയാ പെരുമാറുന്നത് LDF ഒരു മുന്നണി മര്യാദയിൽ? LDF അങ്ങനെയൊക്കെ ഉണ്ട്, CPM അങ്ങനെയൊക്കെ ഉണ്ട്. പറഞ്ഞാൽ കേട്ടില്ല ഈ പോടാ പുല്ലേന്ന് പറയും. എങ്ങനെ പോടാ പുല്ലേന്ന് പറയും. അപ്പൊ ജോസ് കെ മാണി എന്ന് പറയുന്ന ഈ പറയുന്ന ഒരു ഇത്തിരി പോകുന്ന ഒരു ആളിന്റെ കൂടെ അവരെ അച്ഛനെ CPM ആരെടുത്താണ് ഈ പോടാ പുല്ല് എന്ന് പറയുന്നത്? ജോസ് കെ മാണിയുടെ അച്ഛൻ ഈ പോടാ പുല്ല് എന്ന് പറയുന്നത് ആരാണ് പറയുന്നത്? CPM-ന്റെ നേതൃത്വം. അതറിയില്ലേ? നേതൃത്വം പറയും. പക്ഷെ അവർക്ക് അത് ഈ പറയുന്ന കൃത്യമായിട്ട് അത് ആരുടെ പറയണം പറയണ്ടെന്നൊക്കെ ഉള്ള കാര്യം അറിയാം. അതാണ് ഞാൻ പറഞ്ഞത്. ജോസ് കെ മാണിയുടെ എന്തായാലും പറയും. അല്ലെന്നേ, ഞാൻ പറഞ്ഞുതരാം, ഒരു ഉദാഹരണം പറഞ്ഞുതരാം. PJ ജോസഫ് ഇവരൊപ്പം നിന്ന ആളാണ്. PJ ജോസഫ് വയനാട് മന്ത്രിസഭയിലെ മന്ത്രിയായിരുന്നു. അന്ന് പ്ലെയിനിൽ വെച്ച് നള്ളി നെറ്റവരെടുത്ത് കയറി അദ്ദേഹത്തിന്റെ കൊതി, അദ്ദേഹത്തിന് ഒരു ആഗ്രഹം ഉണ്ടായി നള്ളി നെറ്റവരെടുത്ത് ഇരുന്ന് ആഗ്രഹം പ്രകടിപ്പിച്ചു. ആ ആഗ്രഹം പ്രകടിപ്പിച്ച് 1.5 ദിവസം പോലും ആവുന്ന രാജിവെപ്പിച്ചു. വീരേന്ദ്രകുമാർ എന്നൊരു മന്ത്രി 2 ദിവസം പോലും ഇരുന്നില്ല, അതിനുമുമ്പ് അദ്ദേഹത്തിന് രാജിവെപ്പിച്ചു. അത് അന്നത്തെ CPM. ഇന്നത്തെ CPM അല്ല. ഇന്ന് കോർപ്പറേറ്റ് മാർക്സിസ്റ്റ് പാർട്ടി. അല്ലാതെ അന്നാണെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് മാർക്സിസ്റ്റ്, ഇന്ന് കോർപ്പറേറ്റ് പാർട്ടി മാർക്സിസ്റ്റ്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, മാണി സാറിനെയും PJ ജോസഫിനെയൊക്കെ നിലയ്ക്ക് നിർത്തിയ അന്നത്തെ CPM ഉണ്ട്. അന്ന് അവർ വകവയ്ക്കാത്ത CPM ആണ്. ആ CPM ഇദ്ദേഹത്തിന് ഇതിന് വകവയ്ക്കാൻ പോകണം, കളയുന്നേ പോട്ട്. അത് CPIക്ക് ഇഷ്ടമാണ്. അതിന്റെ കാരണം എന്തെന്നറിയോ? CPIയുടെ ചില ഇടുക്കി സീറ്റുകളൊക്കെ അവർ ചോദിച്ചിട്ടുണ്ട്, ജോസ് കെ മാണി ചോദിച്ചിട്ടുണ്ട്. കാര്യം ജോസ് കെ മാണി വന്നപ്പോഴേ CPIക്ക് ഒരു ഇടിയുണ്ടായിരുന്നു. കാര്യം ചില ഇടങ്ങളിൽ ചിലർ 1-മനോ 2-മനോ ആയിരിക്കും. ഒരാൾ പുതിയതായിട്ട് അവിടെ വരുമ്പോൾ എൻ്റെ സ്ഥാനം പോകുമോ എന്നൊരു തോന്നൽ ആ ടീമിലുള്ള ഒരാൾക്ക് ഉണ്ടാവും. അങ്ങനെ CPIക്ക് ഇടുക്കി സീറ്റ് CPM ചിലപ്പോൾ കൊടുക്കും. ജോസ് കെ മാണിയോട് അങ്ങ് ഇഷ്ടം കൂടിയിട്ട്. ഇപ്പോൾ വിജയ്ക്ക് അറിയാമല്ലോ, ഇവർക്ക് കിട്ടിയിരിക്കുന്ന 99 സീറ്റിൽ കോട്ടയം, ഇടുക്കി, പത്തനംതിട്ട ഈ സ്ഥലങ്ങളിലൊക്കെ ജോസ് കെ മാണിയുടെ ആൾക്കാരെ വോട്ടുണ്ട്. പാലായിൽ തോപ്പിച്ചെന്നേ ഉള്ളൂ. ജോസ് കെ മാണിക്ക് വേറെ ഇടങ്ങളിൽ മാണി സാറിൻ്റെ ഒരു ഗ്രിപ്പുണ്ട്. അങ്ങനെ വരുമ്പോൾ ഇനി മുന്നണി മര്യാദയിൽ ഇങ്ങനെ ഒരു നീക്കുപോക്ക് കാണിക്കാത്ത ജോസ് കെ മാണിയെ കൂട്ടണ്ട എന്നൊരു തീരുമാനം CPM എടുക്കും. അതൊരു കടുത്ത അവരുടെ അച്ഛൻ മാണി സാറിനെയും ഈ പറയുന്ന പോലെ PJ ജോസഫിനെയും മൈൻഡ് ചെയ്യാത്ത അന്നത്തെ CPM ആ ഇതോടുകൂടി തന്നെ പ്രതിപക്ഷത്തിരിക്കണമെങ്കിൽ ഇരുന്നോട്ടെ, അങ്ങനെ കാല് പിടിക്കാനൊന്നും പോണ്ട. ജോസ് കെ മാണിക്ക് അത് പറയുമ്പോൾ ഒന്നുകൂടെ പറയണം, ജോസ് കെ മാണിക്ക് ചുമ്മാ അല്ല രാജ്യസഭയിൽ സീറ്റ് കൊടുത്തത്. ആ കൊടുത്ത മുതലിന്റെ പലിശയെങ്കിലൊക്കെ ജോസ് കെ മാണിക്ക് തിരിച്ച് കിട്ടി തുടങ്ങിയാലേ ജോസ് കെ മാണി ആ ഒരു തീരുമാനം, ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലായി. ഏതായാലും ഇത്തരത്തിലൊരു ബോൾഡായ തീരുമാനം LDF എടുക്കുകയാണെങ്കിൽ, പിണറായി വിജയൻ എടുക്കുകയാണെങ്കിൽ, തിരുവമ്പാടി സീറ്റ് കിട്ടി ജോസ് കെ മാണി പോണെങ്കിൽ പോട്ടെ, പോണമെന്ന് പോട്ടടാ എന്ന് കരുതി എടുക്കുകയാണെങ്കിൽ അതൊരു മുന്നണി മര്യാദയിൽ അവരെടുക്കുന്ന തീരുമാനം ബോൾഡായിരിക്കും. കാര്യം നമ്മൾ ഇന്ന് വരെ ഒരു സംസാരത്തിലും LDF-നെ അനുകൂലിച്ച് സംസാരിച്ചിട്ടില്ല. എന്നാൽ ഇപ്പോൾ അനുകൂലിച്ച് പറയുന്നു, ജോസ് കെ മാണി പോകണമെങ്കിൽ പോട്ടെ എന്ന് തീരുമാനിക്കുകയാണെങ്കിൽ അത് നല്ലത്, അത് അവരുടെ ധീരമായ ഒരു തീരുമാനമാണ്.